വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? മുസ്ലിമിൻ മതിലുകൾ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന സന്തോഷമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്കും കുഴിച്ചു നാട്ടി ഗോപുരവും പണിതു. കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. സഭയാകുന്ന ദൈവം നട്ട ഒരു മുന്തിരിത്തോട്ടമുണ്ട്. പുതിയ നിയമസഭയാകുന്ന ദൈവം നട്ട ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്ത് നാം കാണുന്നത്. പഴയ നിയമപ്രവാചകനായ യെശയ്യാവ് തനിക്ക് ലഭിച്ചതായ പ്രവചന കണ്ണുകൊണ്ട് നോക്കി
ഈ സഭയെ കാണുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ദൈവത്തിൻ്റെ തോട്ടമാവുന്ന സഭയിൽ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. ഈ തോട്ടത്തിൽ ദൈവം നട്ട ഒരു മുന്തിരിവള്ളി, ദൈവം നട്ട ഒരു മുന്തിരിത്തോട്ടം, ദൈവം നട്ടു വളർത്തിയതായ ഒരു മുന്തിരിത്തോട്ടം. ആ തോട്ടത്തിൽ ദൈവം കൊണ്ടുവന്ന് നട്ടതായ മുന്തിരിവള്ളി അത് നാം ഓരോരുത്തരുമാണ്. ഈ സഭയാകുന്ന തോട്ടത്തിൽ ദൈവത്തിൻ്റെ കരം നട്ട മുന്തിരിവള്ളിയാകുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നു. സങ്കീർത്തനക്കാരനായ ആസാഫ് 80-ാം സങ്കീർത്തനത്തിൽ ഈ മുന്തിരിവള്ളിയെ കാണുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. ഏദൻ തോട്ടം നട്ടവനായ ദൈവം പുതിയ നിയമത്തിൽ സഭയാകുന്ന തോട്ടം നട്ടു. ഏദൻ തോട്ടം നട്ടവൻ നട്ടു വളർത്തുന്ന സഭയാകുന്ന തോട്ടം, ഇന്നത്തെ തോട്ടം സഭയാകുന്ന തോട്ടമാണ്. നാം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലാണ് എങ്കിൽ ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ നടപ്പെട്ട ഒരു മുന്തിരിവള്ളിയാണ് എങ്കിൽ നമ്മെ കൊണ്ടുവന്ന് നട്ട ഒരുവനുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു, നല്ല വക മുന്തിരിവള്ളി നട്ടു. ഞാനും നിങ്ങളും നല്ലതായതുകൊണ്ടല്ല ഈ തോട്ടത്തിൽ നടപ്പെട്ടത്. നമ്മെ നല്ലതാക്കി നടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. നല്ലതായതുകൊണ്ടല്ല, നല്ലതുപോലെ നടന്നതുകൊണ്ടല്ല, നല്ലതുപോലെ ജീവിച്ചതുകൊണ്ടല്ല, നമ്മോട് കരുണ തോന്നിയതുകൊണ്ട്, നമ്മോട് മനസ്സലിവ് തോന്നിയതുകൊണ്ട് നമ്മെ കൊണ്ടുവന്ന് നല്ലതാക്കി ഈ തോട്ടത്തിൽ നടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ കരുണ, അതാണ് ദൈവത്തിൻ്റെ കൃപ. ഇന്നും ഏത് കൊള്ളരുതാത്തവരെയും നല്ലതാക്കി ഈ തോട്ടത്തിൽ നടുന്ന ഒരു ദൈവം ജീവിക്കുന്നു, നട്ടുകൊണ്ടിരിക്കുന്നു. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നാം ആയിരുന്ന പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, എല്ലാ കൊള്ളരുതായ്മകളിൽ നിന്നും നമ്മെ പറിച്ച്, നമ്മെ മുറിച്ചെടുത്ത്, നമ്മെ വേർപെടുത്തി കൊണ്ടുവന്ന് ഈ തോട്ടത്തിൽ നടുവാൻ നമ്മോട് കരുണ കാണിച്ചവനായ ദൈവം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട്, ഈ തോട്ടത്തിലുണ്ടായിരുന്ന കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചിട്ട് കാട്ടൊലുവായിരുന്ന നമ്മെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി. കാട്ടൊലുവായിരുന്ന നമ്മെ അവയുടെ ഇടയിൽ ചേർത്തൊട്ടിക്കുവാൻ. നമ്മുടെ പ്രകൃതം, നമ്മുടെ സ്വഭാവം നല്ല മുന്തിരിവള്ളിയായിരുന്നില്ല. കാട്ടുപ്രകൃതത്തിൽ കിടന്നവരായ നമ്മെ ഈ ഒലിവ് മരത്തോട് ചേർത്തൊട്ടിക്കുവാൻ, സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോട് ചേർത്തൊട്ടിക്കുവാൻ
സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. ഈ ഒലിവുമരത്തിൻ്റെ വേരിന്, ഫലവത്തായ വേരിന് അവകാശികളാകുവാൻ, ഫലപ്രദമായ വേരിന് പങ്കാളികളാകുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് ഈ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈ തോട്ടത്തിൽ വേരൂന്നി പടർന്ന് പന്തലിച്ച അനേക മുന്തിരിവള്ളികളുണ്ട്. അതൊന്നും നല്ലതായതുകൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതകൾ കൊണ്ടോ ഇവിടെ വന്ന് പടർന്ന് പന്തലിച്ചതല്ല. നല്ലതാക്കി ഒരുവൻ കൊണ്ടുവന്ന് ഒട്ടിച്ചതുകൊണ്ട് യോഗ്യതയില്ലാത്തവരെ ഇതോട് ചേർത്തൊട്ടിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഈ നിസ്സാരനായ അടിയൻ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അത് മാത്രമേ പറയാനുള്ളൂ. ഒരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെയും ചേർത്ത് ഒട്ടിക്കുവാൻ, ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് നടുവാൻ, നല്ലതാക്കി നടുവാൻ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നി. എത്രയോ മുന്തിരിവള്ളികളെ കൊണ്ടുവന്ന് നട്ടു. കാട്ടൊലുവായിരുന്ന ജീവിതങ്ങളെ, കാടത്തരങ്ങൾ മാത്രം ജീവിതത്തിലുണ്ടായിരുന്ന ജീവിതങ്ങളെ ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് നടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു കാലത്ത് സഭയിൽ വേരൂന്നി വളർന്ന, പടർന്ന് പന്തലിച്ച് അനേകർക്ക് സുവിശേഷത്തിൻ്റെ കുളിർമയും തണൽ നൽകിയ അല്ല, ഇന്നും നമുക്ക് ആത്മാവിൻ്റെ കുളിർമ നൽകുന്ന, നാം പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ക്രൈസ്തവ ലോകം പാടി സന്തോഷിക്കുന്ന 200-ൽ പരം അനുഗ്രഹീതമായ പാട്ടുകൾ എഴുതിയ C.S. മാത്യു എന്ന അനുഗ്രഹീതനായ ദൈവദാസൻ നല്ലവനായതുകൊണ്ടല്ല ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ടത്. നാം പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട ധാരാളം പാട്ടുകൾ, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല എന്ന് തുടങ്ങി, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ എന്നിങ്ങനെ 200-ലധികം അനുഗ്രഹീത ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിന് നൽകുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ അമ്മ നോയൽ സാഹിബിൻ്റെ വചന ശുശ്രൂഷയിൽ മാനസാന്തരപ്പെട്ട ഒരു ദൈവവേദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏലിയാമ്മ ഒരു വിശ്വാസിയായിരുന്നു. പക്ഷേ C.S. മാത്യു, അദ്ദേഹം യാതൊരു വിശ്വാസവുമുള്ളയാളായിരുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും നടന്ന് ആ കാലത്ത് നാട് വിറപ്പിച്ച ഒരു റൗഡിയായി ജീവിച്ചവനാണ്. മദ്യപാനിയായി, കലഹക്കാരനായി, വഴക്കാളിയായി നാടിനെ വിറപ്പിച്ച ഒരു റൗഡിയായിരുന്ന C.S. മാത്യു. ഞാൻ വായിച്ചിട്ടുണ്ട്, 1936 നവംബർ മാസം 7-ാം തീയതി രാത്രി റാന്നി പെരുന്നാട്ടിൽ നടന്ന ഒരു പരസ്യയോഗം. ആ പരസ്യയോഗം ബഹളമുണ്ടാക്കി കലക്കുവാനും പ്രസംഗിക്കുന്ന ദൈവവേദലിനെ കൈകാര്യം ചെയ്യുവാനുമായി ഒരു കൂട്ടം റൗഡികളായ കൂട്ടാളികളെയും കൂട്ടിക്കൊണ്ട് കൺവെൻഷൻ മന്ദിരത്തിലേക്ക് നടന്നെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ആ രംഗത്തേക്ക് കടന്നു ചെന്നപ്പോൾ അതിൻ്റെ ഏറ്റവും മുൻപിലായി തൻ്റെ ഭാര്യ ഏലിയാമ്മ ഇരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചു നോക്കി. നല്ല മാധുര്യത്തോടുകൂടെ പരിസരം മറന്ന്
സന്തോഷത്തോടെ മാധുര്യം നുകർന്ന് ദൈവവചനം ആസ്വദിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ മുഖം ഇത്ര സന്തോഷത്തോടെ ആസ്വാദ്യതയോടെ കേൾക്കാൻ എന്താണ് ഈ പറയുന്നത് എന്ന് ഒരു നിമിഷം ശ്രദ്ധിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ വചനം ശ്രദ്ധിക്കുമ്പോൾ, പ്രസംഗിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പരിശുദ്ധാത്മ നിറവിൽ 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം വായിച്ചുദ്ധരിച്ചുകൊണ്ട് ശക്തമായി പ്രസംഗിക്കുകയാണ്. കാമാർത്തികളിലും മോഹങ്ങളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഇത് തനിക്ക് നേരെയുള്ള ഒരു താക്കീതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഏതോ ഒരദൃശ്യകരം അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് പ്രസംഗപീഠത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ആമൻ പറഞ്ഞ്, ആശീർവാദം പറഞ്ഞ് സുവിശേഷ യോഗം അവസാനിക്കുമ്പോൾ ഏതോ ഒരദൃശ്യ ശക്തി അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പ്രസംഗപീഠത്തിന് മുമ്പിൽ എത്തിച്ചിരുന്നു. കനത്ത പാപഭാരത്തോടുകൂടെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അന്ന് രാത്രി അദ്ദേഹം തൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. സ്നേഹവാനായ യേശു ആ മുന്തിരിവള്ളിയെ അത് നിന്നിരുന്നതായ എല്ലാ പാപത്തിൽ നിന്നും മിസ്രയീമിൽ നിന്നും പറിച്ചെടുത്ത ഈ തോട്ടത്തിൽ നട്ട ദിവസമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. ദേശത്ത് പടർന്ന് പന്തലിച്ച ഒരു മുന്തിരിവള്ളി. ഏറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പട്ടിണി, രോഗങ്ങൾ, മരണം ഇതെല്ലാം കൺമുന്നിൽ കാണേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ 11 മക്കളിൽ 8 പേരുടെ മൃതശരീരം തൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ആദ്യത്തെ മരണം തൻ്റെ മൂത്ത മകനായ കുഞ്ഞുകുട്ടിയുടെ മരണമായിരുന്നു. അന്ന് രാത്രി ഒരു കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടതാണ്. കാര്യം മനസ്സിലാക്കിയ സംഘാടകർ കൺവെൻഷൻ മാറ്റിവെക്കാൻ ആലോചിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ധൈര്യപ്പെടുത്തി. അന്ന് രാത്രി ആ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വചനം ആത്മനിറവിൽ പറഞ്ഞു. കാൽവറി ക്രൂശിൽ കഷ്ടം സഹിച്ചവനായ യേശുവിനെ വർണ്ണിച്ചപ്പോൾ, ക്രൂശിൽ പീഡിപ്പിക്കപ്പെട്ടവനായ യേശുവിനെ വർണ്ണിച്ചപ്പോൾ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവനായ ക്രിസ്തുവിനെ വിവരിച്ചപ്പോൾ, അദ്ദേഹം തൻ്റെ മകൻ മരിച്ച കാര്യം വരെ മറന്നുപോയി. അനുഗ്രഹീതനായി അനേകർക്ക് അനുഗ്രഹം പകരുവാൻ പടർന്നു പന്തലിച്ച ഒരു മുന്തിരിവള്ളി, വസ്ത്രമില്ലാതെ, ധരിക്കാൻ ഒരു നല്ല വസ്ത്രമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വന്ന ജീവിതം ഞാൻ വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു കല്യാണത്തിനോ അതുപോലുള്ള ഏതെങ്കിലും ഒരു വിശേഷ സന്ദർഭങ്ങളിൽ ക്ഷണിച്ചാൽ ഭാര്യയ്ക്കും ഭർത്താവിനും 2 പേർക്കും ഒരുമിച്ച് പോകുവാൻ നിവൃത്തിയില്ല. ആദ്യം ഒരാൾ പോകും,
അതിനുശേഷം ആ മുണ്ട് മാറ്റി ഉടുത്തുകൊണ്ട് അടുത്തയാൾ പോകും. ആരോടും ഒന്നും പറഞ്ഞില്ല. 1946 ഡിസംബർ മാസം 11 മാടമൺ എന്ന സ്ഥലത്ത് ഒരു സുവിശേഷ യോഗം കഴിഞ്ഞ് ഒരു പാവപ്പെട്ട ദൈവവൈതലിൻ്റെ ചെറ്റക്കുടിലാണ് അന്ന് രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നത്. കഴിക്കാൻ ആഹാരമൊന്നും ലഭിച്ചില്ല. നല്ല വിശപ്പുണ്ട്. ഒട്ടിയ വയറുമായി ഒരു കീറപ്പായിൽ അന്ന് രാത്രി ആ ചെറ്റക്കുടിലിൽ ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രിയിൽ സുന്ദരരൂപനായ യേശുവിനെ കണ്ടു. മനോഹര രൂപിയായ യേശുവിനെ അന്ന് രാത്രിയിൽ ഒരു സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ കുറിച്ചു വെച്ചു. താൻ കണ്ട യേശുവിനെ കുറിച്ച് എങ്ങനെ എഴുതി: എൻ്റെ പ്രിയനെ പോൽ സുന്ദരനായി ഞാൻ വേറെ ആരെയും കാണുന്നില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല ഉലകിൽ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോട് ചേരുവാൻ. ഈ വരികൾ അന്ന് രാത്രി അദ്ദേഹം കുറിച്ചു വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ. ക്രൈസ്തവ ലോകത്ത് ഇന്നും ആ മുന്തിരിവള്ളിയുടെ ചില്ലകൾ സുഗന്ധം വീശുന്നു. അനേക ഭക്തന്മാർക്ക് ഭാരങ്ങളിൽ പാടി ആശ്വസിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഗീതങ്ങൾ ഇന്നും ക്രൈസ്തവ ലോകം സന്തോഷത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നല്ലതായതുകൊണ്ടല്ല ഈ തോട്ടത്തിൽ വന്നത്, നല്ലതാക്കി ഒരുവൻ നട്ടു. നല്ല വക മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നാം ഒന്ന് തിരിച്ചറിയണം. കാട്ടൊലുവായി നമ്മെ കൊണ്ടുവന്ന് ഒലുമരത്തിൻ്റെ കൊമ്പ് ചിലത് ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലുവായി നമ്മെ കൊണ്ടുവന്ന് അവയുടെ ഇടയിൽ ചേർത്ത് ഒട്ടിച്ച് ഒലുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്ത ദൈവം ഇന്നും നമ്മെ പറിച്ചു നടുന്ന ദൈവമാണ്. നാം ആയിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് പറിച്ച് സന്തോഷത്തിലേക്ക് നടുന്ന ദൈവമാണ്. നാം ആയിരിക്കുന്ന അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിൽ നടുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റി നടുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ ശാപകരമായ അന്തരീക്ഷങ്ങൾ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പാപകരമായ അവസ്ഥകൾ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. ഈ മുന്തിരിത്തോട്ടം നട്ടവൻ ഇന്നും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അവൻ പുതിയ പുതിയ മുന്തിരിവള്ളി കൊണ്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്ഥാനം എവിടെയാണ്? ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഞാൻ ഇന്ന് ആ ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായിട്ടാണോ ജീവിക്കുന്നത്? സ്വർഗീയമായ അനുഗ്രഹങ്ങളെല്ലാം എനിക്കിന്ന് പകർന്നു കിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ നന്മകളെല്ലാം ഇന്നെനിക്ക് പകർന്നു കിട്ടുന്നുണ്ടോ? അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം കരുത്തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. സമാധാനം ഒഴുക്കിത്തരുന്ന ഒരു ദൈവമുണ്ട്. സന്തോഷം ഒഴുക്കിത്തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ നല്ല ദാനങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നവനായൊരു ദൈവമുണ്ട്. അതിൻ്റെ പങ്കാളികളായി മാറണമെങ്കിൽ നാം ഈ ഒലിവുമരത്തോട് ചേർത്ത് ഒട്ടിക്കപ്പെടണം. കാട്ടൊലുവായി ഇനിയും കിടന്നാൽ ഒലിവുമരത്തിൻ്റെ വേരിൻ്റെ ഫലകരമായ ആ വേരിൻ്റെ പങ്കാളികളാകാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പങ്കാളികളായി നിൽക്കുവാൻ നാം ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്.
ഒറ്റക്കാര്യം മാത്രം: നമ്മെ പറിച്ചു നടണം. എന്താണ് യോഗ്യത? നല്ലതായതുകൊണ്ടല്ല, നാം നല്ലതായതുകൊണ്ടല്ല. കർത്താവേ, ഞാൻ നിൽക്കുന്ന രംഗം വഷളാണല്ലോ എന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് പറിച്ചു നടണമേ എന്ന് നാം ആഗ്രഹിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ദാഹം വന്നാൽ ഒരുവൻ്റെ കരമൊന്ന് നമ്മെ പറിച്ചു നടും. ഏത് മനുഷ്യനെയും ഈ തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് നടുന്നു. ഏത് മനുഷ്യനാണെങ്കിലും സകല ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലും വംശത്തിൽ നിന്നുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നടുവാൻ സ്വർഗത്തിൽ ദൈവത്തിന് പ്രസാദമാണ്. എങ്ങനെ നടന്നവർക്ക് ഈ ഭാഗ്യം കിട്ടാം? ഒരു കാലത്ത് ക്രൈസ്തവ സഭയെ മുടിച്ച് ഏറ്റവും ശാപകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സൗൽ ഈ സഭയിൽ അവൻ പറിച്ചു നട്ട ഒരു മുന്തിരിവള്ളിയാണ്. ലോകത്തിൻ്റെ അറ്റത്തോളവും പടർന്ന് പന്തലിക്കുന്ന ഒരു മുന്തിരിവള്ളിയായി മാറുവാൻ തക്കവണ്ണം ശൗലിനെ പറിച്ചു നട്ട ജീവനുള്ള ക്രിസ്തു ഇന്നും ആ കരം നമ്മെ പിഴുതെടുക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ മദ്യപാനത്തിൽ നിന്ന് എന്നെ ഒന്ന് പിഴുതെടുക്കണമേ. എൻ്റെ വാശിയും വഴക്കും നിറഞ്ഞ ജീവിതത്തിൽ തന്നെ ഒന്ന് പിഴുതെടുക്കണമേ. എൻ്റെ സമാധാനമില്ലാത്ത ജീവിതത്തിൽ തന്നെ ഒന്ന് പിഴുതെടുക്കണമേ. എൻ്റെ അശുദ്ധിയും അഴുക്കും നിറഞ്ഞതായ വേണ്ടാധീനങ്ങൾ നിറഞ്ഞതായ ജീവിതത്തിൽ നിന്ന് എന്നെ ഒന്ന് പറിച്ചെടുക്കണമേ. ഈ കൊള്ളരുതായ്മയുടെ നടുവിൽ ഞാൻ കിടക്കാൻ എന്നെ കൈവിടല്ലേ. ഈ അഴുക്കിൽ ഞാൻ ഇനിയും കിടക്കാൻ എന്നെ കൈവിടല്ലേ. നീ എന്നെ പറിച്ചെടുക്കണമേ എന്ന് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനൊരു വാക്ക് പറയാമോ? എന്നെ പിഴുതെടുത്ത് നിന്റെ തോട്ടത്തിൽ നടണമേ. ഇന്നു മുതൽ എൻ്റെ യേശുവിൻ്റെ വകയായി ജീവിക്കുവാൻ ഞാനിതാ തീരുമാനിക്കുന്നു. നാം ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, നാം ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഇന്ന് ഞാനായിരിക്കുന്ന ഈ അഴുക്ക് നിറഞ്ഞ രംഗങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് പിഴുതെടുക്കണമേ. എന്നെ ഒന്ന് പറിച്ചു മാറ്റണമേ. എൻ്റെ പാപങ്ങളിൽ എന്നെ ഒന്ന് മാറ്റി തരണമേ. ഇന്നു മുതൽ എൻ്റെ യേശുവിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു മുന്തിരിവള്ളിയായി നിൽക്കുവാൻ ഞാനിതാ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്. അവനൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, അതിനെ നട്ടു. ദൈവം നട്ട തോട്ടം, ആ തോട്ടത്തിൽ വളരുവാൻ ദൈവം കൃപ തന്നവനാണ്. ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ തലകളെ വണക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെങ്ങനെ നടക്കുന്ന ജീവിതമാണെങ്കിലും ഞങ്ങളെ പറിച്ച് നല്ലതാക്കി നടുവാൻ ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന കാൽവരിയിലെ സ്നേഹമേ, ഞങ്ങളിതാ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.